ഹലോ. മഴയുടെ സൗണ്ട് ഇഷ്ടമുള്ളവരുണ്ടോ? അപ്പോൾ ഒന്ന് ആസ്വദിച്ചോളൂ. അപ്പോൾ ദാ മഴയൊക്കെ ഒന്ന് തോർന്ന് കിട്ടിയിട്ടോ. രാവിലെ ഇത്രയൊന്ന് താമസിച്ചു പോയിട്ടോ. ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് അവധിയല്ലായിരുന്നു. ഇന്നലെ പിന്നെ കുറേ പഠിപ്പിക്കാനും ഉണ്ടായിരുന്നു കുഞ്ഞിനെ. ഒരാളിതാ എക്സസൈസ് ചെയ്തു. ഞാൻ വീഡിയോ എടുക്കുന്നതിനോടൊപ്പം ചെറിയൊരു ചമ്മൽ കേട്ടോ. ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കുറേ നാളായി കേട്ടോ എക്സസൈസൊക്കെ ചെയ്തിട്ട്. രാവിലെ പിന്നെ ചപ്പാത്തിയും ഡാലും ഒക്കെ ആയിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേയില്ലേ, കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്യാബേജും ക്യാരറ്റും കൊണ്ടുള്ള ഒരു തോരൻ വെച്ചു. അപ്പോഴാതേ എക്സ് സർവീസ്മാൻമാരെല്ലാവരും കൂടെ വന്നിരിക്കുന്നു. സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പപ്പായ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഓഗസ്റ്റ് 15 പപ്പായ്ക്ക് അവരുടെ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പപ്പായ അവർ വീട്ടിലോട്ട് വന്നിട്ട് ഒരു ആദരിക്കൽ ചടങ്ങ്. അപ്പോഴാണ് ഞാൻ ഓർത്ത, ദൈവമേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട യശോദനച്ചിൻ്റെയും രാമമ്മയുടെയും കടയാണ്. ഞാൻ പിന്നെ അവിടെ പോയി ചിക്കൻ മസാലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഇന്നെന്നാ സ്പെഷ്യലല്ലേ, ഓഗസ്റ്റ് 15, മോള് വീട്ടിലുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്പം റിച്ചാണേ, വല്ലപ്പോഴും ആണ് ഇവിടെ ചിക്കൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയേക്കാം കേട്ടോ. അല്ലാണ്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് പറയാൻ എനിക്ക് പറ്റൂല. ഞാനൊന്ന് ഡബ് ചെയ്ത് വരുമ്പോഴത്തേക്കും സംഭവം വീഡിയോ വല്ലയിടത്തും പോയി കിടക്കും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കാം. ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും സകലമാന ഇതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കുറുമ, ഇങ്ങനെ എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ മോൾക്ക് എരിവൊക്കെ കുറവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്തിരി തേങ്ങാപ്പാൽ ഒക്കെ ചേർത്തിട്ടുണ്ട്. ഈ ക്യാഷ്നട്ടിൻ്റെ ഇത് ടെക്നിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അരച്ച് വെക്കുമ്പോഴത്തേക്കും ആ തിക്നെസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. എൻ്റെ തൊണ്ടയുടെ കിളി പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി കേട്ടോ. ഇപ്പോഴാണ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. സംഭവം 5 വർഷമായി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് സക്സസ് ആകുന്നില്ല. പിന്നെ എന്നാ വിചാരിച്ചു, കുറേ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും കുറേ ആൾക്കാർ കാണുന്നുണ്ട്. കുറച്ച് പേര് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുമുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന്. എന്തായാലും നിങ്ങൾ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഫുള്ളായിട്ട് കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങളിത് വല്ലപ്പോഴുമാണ് ഞങ്ങളിവിടെ ചിക്കൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്തിരി റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. തേങ്ങാപ്പാലും ക്യാഷ്നട്ടും ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. എന്തായാലും നിങ്ങളിത് വെച്ച് നോക്കണം കേട്ടോ. അപ്പോഴത്തേക്കും പിന്നാണെങ്കിൽ ഞാൻ വിചാരിച്ചു, പുറത്ത് കടയിൽ ആൾ വരുന്നുണ്ട്. ഞാൻ പിന്നെ പോയി നിന്നു. പിന്നെ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ നമ്മൾ വീടും കടയുമായിട്ടാണ് കേട്ടോ. ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ ഷട്ടിൽ കളിക്കും. മോളായിട്ട് വൈകിട്ട് കുറച്ച് നേരം ഒന്ന് കളിക്കാറുണ്ട്. അത് നമുക്ക് ശരീരത്തിനും ഒരു എന്താ പറയുക, ഒരു ഉണർവാണ്. അപ്പോൾ ആ മഴയായിപ്പോയി. പിന്നെ കുറേ നേരം അങ്ങനെയുണ്ട്. എന്നാൽ പിന്നെ വിളിച്ചു ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കണം. ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. മോളുടെ കൂടെ പോയതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനാ ഡാൻസ് പഠിക്കാൻ പോകുന്നത്. അമ്മ ചെയ്യുന്നതൊന്നും ശരിയില്ലെന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ വൈകിട്ട് പപ്പായ്ക്ക് കാപ്പി കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ താഴെ തലമുടിയൊക്കെ ടൈ അടിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുന്നു. ഞാൻ പിന്നെ കടയിലിരുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ കടയിലെ ചേട്ടൻ ഉള്ളിവിടെയും വടകളും എങ്ങനെ കൊതിപ്പിക്കാനായിട്ട്. ഞാൻ പിന്നെ സജിച്ചേട്ടൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കുറേ സംസാരിച്ചപ്പം സജിമാമൻ ആകെ ഉഷാറാണ്. അപ്പം സജിമാമൻ പറഞ്ഞു, നമുക്കൊരു താറാവ് കറിയുടെ റെസിപ്പി നമുക്ക് ചെയ്യാമെന്നൊക്കെ പറയാം. താറാവിന്റെ ഒരു റെസിപ്പി നമുക്ക് ഇട്ട് കൊടുക്കണം. എന്ത് സൂപ്പർ ടേസ്റ്റ് ആണെന്നറിയാം അതിന്. നല്ല ടേസ്റ്റ് അതിന്. നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് ചെയ്യണേ. അത് കഴിഞ്ഞ് ഞാൻ കടയിൽ ചേച്ചിയുടെ അടുത്ത് പോയി കടയിലെ കണക്കൊക്കെ നോക്കാനായിട്ട്. ചേച്ചിക്ക് ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് മോൾക്ക് കട്ട്ലറ്റ് എടുക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് ചിക്കൻ്റെ ബാക്കി കുറച്ച് ഞാൻ എടുത്ത് വെച്ചിരുന്നു.
ഇത് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടുന്ന നമ്മൾ സാധാരണ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടേ നമുക്കൊരു റിപ്ലൈ കിട്ടുമല്ലോ, അത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഒരാൾ യൂണിഫോമൊക്കെ തേച്ച് വെക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ ഇത്. പിന്നെ രാത്രിയിലത്തേക്ക് ഇനി എന്താ ഇപ്പോൾ, പനീറെല്ലാം കൂടെ കൊണ്ടുപോകാം. നമുക്കൊരു കുറുമ ഉണ്ടാക്കാം. ഞാനത് ദോശക്കകത്ത് ഫിക്സ് ചെയ്ത് പുള്ളി ഒന്ന് കളിപ്പിച്ചു. അപ്പോൾ ശരി, ഓക്കെ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.